പിന്നെ മരിച്ചു കിടക്കുന്ന ആൾ റാപ്പ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് തന്നെ പാടല്ലേ അത്, അല്ലാണ്ട് അതിൽ പടം വരയ്ക്കുന്നല്ലോ അത്. സോ ഷൗഡ് ഓഫ് ടൂറിൻ, ജീസസ് യൂസ് ചെയ്യപ്പെട്ട ആ ഒരു ക്ലോത്ത്, അതിന് ഇന്ത്യ ആയിട്ട് കുറച്ച് റിലേഷൻ സംഭവമുണ്ട്. അതാണ് വിശ്വസിക്കുന്ന ആൾക്കാർ, പക്ഷെ അതാണ് കൺഫേംഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യമായിട്ട് തൊട്ടയാൾ ഈശോ അല്ലല്ലോ, കണ്ടാമിനേറ്റഡ് എന്തായാലും. ആ സമയത്ത് പുള്ളി ഇന്ത്യ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന തുണി ഇന്ത്യ പോയത്. പിന്നെ ജീസസിന്റെ ബ്ലഡ് എന്താ അറിയില്ല, ആർക്കും കിട്ടിയിട്ടില്ല. ഒഫീഷ്യലി വെൽക്കം ബാക്ക്, എപ്പിസോഡ് നമ്പർ 13 ആൻഡ് ലൈവ് നമ്പർ 4. ഇന്നത്തെ കുറച്ച് ടോപ്പിക്കുകൾ എന്താ പറയുന്നത്, കുറച്ച് റിലീജിയസ് പ്ലസ് ആൻഡ് ബൈ ദ വേ നമ്മുടെ പാംബിച്ച് പി 2K ഒക്കെ കടന്നു, ആദ്യമായിട്ടൊരു വീഡിയോ കടന്നു. സോ വി ആർ വെരി ഹാപ്പി, സോ കൺഗ്രാറ്റ്സ്. പ്ലസ് ഇന്ന് എൻ്റെ കഴുത്തിൽ ഞാൻ റോബോട്ടായിട്ട് കുറച്ച് ബാറ്റിലൊക്കെ നടന്നുകൊണ്ട്, ഇല്ലെങ്കിൽ എൻ്റെ ഉറക്കം ഭയങ്കര അതുപോലെ സെറ്റ് ആയതുകൊണ്ട് എൻ്റെ ഇന്ന് കഴുത്തുള്ളിരിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു ഷൗഡ് ഓഫ് ടേണിൻ, അതിലേക്ക് പുള്ളി ഉപയോഗപ്പെട്ടെന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ പുള്ളിയുടെ ആണെന്ന് പറയപ്പെടുന്ന ഒരു അലിഗേഷൻസ് ഉള്ള ഒരു പർട്ടിക്കുലർ ക്ലോത്ത്, അത് ഇന്ത്യൻ ഒറിജിനലാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി കുറേ റൂമേഴ്സ് പരക്കുന്നുണ്ട്, ജീസസ് ക്രൈസ്റ്റ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഷൗഡ് ഓഫ് ടേണിൻ എന്നല്ല പറയുന്നത്, എന്തിനാണ് ടൂറിൻ. സോ ഷൗഡ് ഓഫ് ടൂറിൻ അതിന് ഇന്ത്യൻ ഒറിജിൻ ഉണ്ട്, ഇല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ക്ലോത്ത് ജീസസ് യൂസ് ചെയ്യപ്പെട്ട ആ ഒരു ക്ലോത്ത്, അതിന് ഇന്ത്യ ആയിട്ട് കുറച്ച് റിലേഷൻ സംഭവമുണ്ട്. സോ പുള്ളി നോർത്ത് ഇന്ത്യൻ ആണ് എന്നൊക്കെ അങ്ങനെ പറയുന്നില്ല, പക്ഷേ അങ്ങനെയും പറയുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും. ബട്ട് ബേസിക്കലി ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയായിട്ട് എന്തോ റിലേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഇച്ചിരി ഫയറിൽ നിൽക്കണം. അപ്പോൾ അതിൽ ഞങ്ങളുടെ തോട്ട്സ് വരുന്നുണ്ടാവും. ആൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മേ ബി നിൻ്റെ ടോപ്പിക്കൽ ഇത് എൻ്റെ അല്ല അവൻ്റെ സംഗീൻ്റെ ടോപ്പിക്, സംഗീതം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ റീസെൻ്റ്ലി എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ആ തുണി ജീസസ് യൂസ് ചെയ്ത തുണിയാന്നല്ല പറഞ്ഞത്, അത് എനിക്ക് തോന്നുന്നു അതിൽ റാപ്പ് ചെയ്ത മരണം കഴിഞ്ഞിട്ട് റാപ്പ് ചെയ്യപ്പെട്ട തുണിയത്. ഓക്കെ, അതാന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, പക്ഷെ അതാന്ന് കൺഫേംഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ തുണിയെ യൂസ് ചെയ്തതെന്ന് വിശ്വസിക്കുന്നതിൻ്റെ കാരണം അതിലെ പാടുണ്ട്. ഓക്കെ, ആ തുണിയാണോ അത്? അല്ല, ആ തുണിയുടെ കൈസ് അല്ലെന്ന് തോന്നുന്നു പറയുന്നത്. അത് മറ്റേ അതിന്റെ കൈസ് തന്നെയാണോ പറയുന്നത്? ആ തുണി ലൈക്ക് മരിച്ചു കഴിഞ്ഞിട്ട് തുണി. അല്ലാതെ അതിന് മുമ്പ് ഒരു പുള്ളിക്കാരി ഇങ്ങനെ മുഖം തുടക്കാനായിട്ട് തുണി കൊടുക്കുന്നുണ്ട്. ഐ മീൻ സെയിം അല്ല, ഏറെക്കുറെ. ഐ മീൻ ആ തുണിയുടെ കേസാ പറയുന്നത് വിചാരിച്ചത്. ഇല്ല, ഇതിൽ എനിക്ക് തോന്നുന്ന ഇമേജ് ഉണ്ട്, വലിയ തുണിയാ. ഇതിലാ ഇമേജ് ഉണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ കിടക്കുന്ന ഒരാള്. ബട്ട് ദെൻ ആ ഇമേജ് ആരാ വരച്ചത്? വരച്ചല്ല, ഇംപ്രഷൻ ആണെന്നാണ് നീ പറയുന്നത് ബോഡിയുടെ ആ തുണിയിൽ. പിന്നെ മരിച്ചു കിടക്കുന്ന ആൾ റാപ്പ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് തന്നെ അത് പാടല്ലേ അത്, അല്ലാണ്ട് അതിൽ പടം വരയ്ക്കുന്നല്ലോ അത്. ഓക്കെ, അപ്പൊ അതിലെന്താണ് ഈ ഒരു ആംഗിൾ ഇന്നിപ്പോ പറയപ്പെടാൻ കാരണം? എന്താ സംഭവം? അത് ബൈ ദ വേ ഇത് പുള്ളിനെ റാപ്പ് ചെയ്തേക്കുന്ന ഒഫീഷ്യലാണ്, അത് കൺഫേംഡ് ആണ്? അല്ല, കൺഫേംഡ് അല്ല, അത് ആൾക്കാർ വിശ്വസിക്കുന്ന അത്. ഓക്കെ, പുള്ളി ഉപയോഗിക്കപ്പെട്ട അത് ഏതൊരു ചർച്ചിൽ അത് വെക്കുന്ന അത്. അപ്പോൾ ചർച്ചിലുള്ളവർ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ആ തുണിയാണ് എന്ന് വിശ്വസിക്കുന്നത്. അതിന് എനിക്ക് തോന്നുന്നില്ല ഒഫീഷ്യലി കൺഫേംഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ അതിൽ ലാസ്റ്റായിട്ട് റിസർച്ച് നടന്നുകൊണ്ടിരുന്ന പണ്ട് 10-30 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. പക്ഷെ റീസെൻ്റ്ലി അതിൽ ഒരു DNA ടെസ്റ്റ് നടത്തിയപ്പോൾ ഇതിൻ്റെ 40% ഒറിജിൻ ഇന്ത്യയിലെ കശ്മീർ ഭാഗത്തു നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. DNA ടെസ്റ്റ് തുണിയിലുള്ള ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സാമ്പിൾ വെച്ചായിരിക്കും DNA ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ DNA വെച്ച് കൺഫേം ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ 39% അത് ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അത് DNA അതിന് എന്തെന്ന് വേണേലും ആയിരിക്കും. ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ആ തുണി ഇന്ത്യയിൽ നിന്ന് വന്നതുകൊണ്ട് അതിൻ്റെ ഇത് കിട്ടിയെന്ന്. പക്ഷെ അത് ഞാൻ ഓർത്തത്, അപ്പോൾ തുണി ഇന്ത്യയിൽ നിന്ന് വന്നെങ്കിൽ തുണിയുടെ ഇതെങ്ങനെയാണ് DNA ടെസ്റ്റിൽ വരുന്നത്? അതിപ്പോൾ നമുക്കൊരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പിള്, മുടി അല്ലെങ്കിൽ നഖം അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ അതല്ലേ നമുക്ക് DNA ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു, ഞാൻ ആ വീഡിയോ ഫുൾ കണ്ടപ്പോൾ അതിനകത്ത് ഉറപ്പിച്ചൊന്നും പറയുന്ന സത്യം പറഞ്ഞാൽ അതിനകത്ത് പറയുന്നത് ആ തുണി ഇന്ത്യൻ ഒറിജിൻ ഉള്ള. പക്ഷെ തുണി എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇന്ത്യൻ ഒറിജിൻ ആണല്ലോ എന്നുള്ള സാമ്പിൾ കിട്ടുമല്ലോ. ലൈക്ക് തുണി ഉണ്ടാക്കിയവരുടെ സമയത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ തുണി ഉണ്ടാക്കിയപ്പോളെ പറയാൻ പറ്റില്ലടാ, അത് ആരൊക്കെ തൊട്ടിട്ടുണ്ടെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഉണ്ടാക്കിയ ആളായിട്ട് കിട്ടിയ സാധനം എന്നല്ലേ പറയുന്നത്. അതും എത്ര വർഷങ്ങൾക്ക് മുന്നേ കിട്ടി, അത് 30 വർഷമായിട്ട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുക. സോ അതിന്റെ ഇടയ്ക്ക് ആരൊക്കെ തൊട്ടിട്ടുണ്ട്. അതെ, അത് പോട്ടെ. അതിന് മുമ്പ്, അതായത് ഇതിനകത്തൊന്നും DNA കിട്ടിയത് ഇന്ത്യൻ മാത്രമല്ല, ഫ്രാൻസ് ഉണ്ട്, നോർത്ത് ആഫ്രിക്ക ഉണ്ട്, മിഡിൽ ഈസ്റ്റ്. പക്ഷേ 39% ഇന്ത്യൻ, ബിക്കോസ് ഇന്ത്യയിൽ നിന്ന് വന്നതുകൊണ്ട്. കാരണം കൂടുതൽ ആൾക്കാരോട്, കാരണം ആദ്യമായിട്ട് തൊട്ടയാൾ ഈശോ അല്ലല്ലോ, അതിന് മുമ്പ് ഒരുപാട് പേര് തൊട്ടിട്ടാണ് അവിടോട്ട് എത്തിയത്. അപ്പൊ എങ്ങനെ പോയാലും അതിന് മുമ്പുള്ളവരുടെ DNA എന്തായാലും അതിലുണ്ട്, കണ്ടാമിനേറ്റഡ് എന്തായാലും. അത് പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോ കുറെ നാള്
ജീസസിനെ കുറിച്ച് ഒരു വിവരമില്ലായിരുന്നല്ലോ. സോ ആ സമയത്ത് പുള്ളി ഇന്ത്യ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന തുണി ആയിക്കോട്ടെ. ഇന്ത്യ പോയെന്ന് വലിയൊരു ഡിബേറ്റ് നടപ്പുണ്ട്. പുള്ളി അടക്കാനുള്ള തുണി പുള്ളി കൊണ്ടിരുന്നത്. പുള്ളി അടക്കാനുള്ള തുണിയല്ല, പുള്ളി യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്ലോത്ത് ആയിക്കോട്ടെ. പുള്ളി 12ാമത്തെ വർഷം കാണാതെ അത് എങ്ങോട്ടാ പോയെന്ന് ആർക്കും അറിയത്തില്ല. അതാ പറഞ്ഞെ. പക്ഷെ അതാ പറഞ്ഞെ, അങ്ങനെ ആയിക്കൂടെ എന്ന് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ കുറെ നാള് പുള്ളിയെ കാണാതാവുന്നു. പുള്ളി ആ സമയത്ത് ഇന്ത്യയിൽ പോയതാണ്. വെള്ളത്തുണി അടക്കാനുള്ളത് എടാ, പുള്ളി യൂസ് ചെയ്തോണ്ടിരുന്ന ഒരു തുണി, പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു തുണി, അത് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ പറഞ്ഞ പുള്ളി കുറെ നാൾ മിസ്സിംഗ് ആയിരുന്നല്ലോ. ഭയങ്കര മിസ്റ്റീരിയസ്, എന്താ പുള്ളി എവിടെ ആയിരുന്നു ആർക്കും ഒന്നും അറിയില്ല. സോ പക്ഷേ കേൾക്കുന്ന ഒരു സാധനമായിരുന്നു. ആ സമയത്താണ് നമുക്ക് ബുദ്ധിസം പോലുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ വന്നുകൊണ്ടിരുന്നത്. സോ അപ്പോൾ ഈ കുറേ പറയുന്ന ക്രിസ്ത്യാനിറ്റി പറയുന്ന കാര്യങ്ങളും ബുദ്ധിസത്തിലും കോറിലേഷൻ ഉണ്ട്. സോ ഇത് ജസ്റ്റ് ഒരു തിയറി മാത്രം കേട്ടോ. സോ അപ്പോൾ പുള്ളി ആ സമയങ്ങളിൽ ഇവിടെ ആയിരുന്നു, ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുമായിരുന്നു, അങ്ങനെ പറയുന്നുണ്ട്. സോ അപ്പോൾ ഞാൻ അതുകൊണ്ട് ചുമ്മാ പറഞ്ഞു. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ 40% ഒറിജിനും പറയുന്നുണ്ട്, ഇന്ത്യ പോയിട്ടുണ്ടെന്ന് ഇതുപോലെ ഒരു തിയറി ഉണ്ട്. ബൈ ദ വേ ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഇതിലെ പുതിയ സ്റ്റഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാർജ് പോർഷൻ ഓഫ് ഹ്യൂമൻ DNA ട്രേസസ് ഓൺ ദി ക്ലോത്ത് ലിങ്ക്സ് ടു ഇന്ത്യൻ ആൻസിസ്ട്രി. സോ അതിലുള്ള ഹ്യൂമൻ്റെ ടച്ചും സംഭവം. സോ അപ്പോൾ അതാ പറഞ്ഞത്, അത് പുള്ളിയുടെ തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ. വേറെ അതിന് മുമ്പ് ഒരുപാട് പേര് എന്തായാലും ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ജീസസിന്റെ ബ്ലഡ് എൻ്റെ അറിവിൽ ആർക്കും കിട്ടിയിട്ടില്ല. എനിക്കറിയില്ല അങ്ങനെ കിട്ടിയിട്ടുണ്ടോ അല്ലോ എന്നുള്ളത്. ബ്ലഡ് എങ്ങനെയാ കിട്ടുന്നത്? ബ്ലഡ് കിട്ടി അത് പറയാം. കുറെ അടി കൊണ്ട് അത് ഒന്നാമത്തെ കാര്യം. കുറെ അടി കൊണ്ടിട്ടുണ്ട്, ബ്ലഡ് എല്ലാം പോയി. ബ്ലഡിന് അവസാനം വെള്ളം വന്നു തുടങ്ങി. അപ്പോൾ അത്രയും ബ്ലഡ് മൊത്തത്തിൽ പോയിട്ടുണ്ട്, എവിടെന്നെങ്കിലും കിട്ടണ്ട. പക്ഷേ ഇതുവരെ ആർക്കും അങ്ങനെ ബ്ലഡ് കിട്ടിയിട്ടില്ല ഇതുവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ആ തുണി ഉപയോഗിച്ച് റാപ്പ് ചെയ്ത് അടക്കിയെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പം മുടിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിലുണ്ടാകാനുള്ള ചാൻസ്. ബോഡി ഇല്ലല്ലോ, പുള്ളി റിസറക്റ്റ് ആയില്ലേ. മുടിക്കകത്ത് DNA ഇട്ടത്തില്ല, മുടിയുടെ അടിയിലുള്ള ഒരു സാധനമുണ്ട്, മുടിയുടെ സ്റ്റെം ഉണ്ടല്ലോ, അവിടുന്ന് DNA കിട്ടുള്ളൂ. നമുക്കൊരു നേരം മുടി ഇട്ട് കഴിഞ്ഞാൽ DNA ഒന്നും കിട്ടത്തില്ല. വേറൊരു വർഷം മുടി ഇട്ട് കഴിഞ്ഞാൽ അതിന് കിട്ടത്തില്ല. ഏറ്റവും താഴെയുള്ളൊരു ഭാഗമുണ്ട്, അതിനകത്ത് വീഡിയോ അത് പ്ലേ ചെയ്യാൻ പറ്റുമോ? പറഞ്ഞു. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കക്ഷി ഈശോ ജീസസിന് ബ്ലഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ക്ലെയിം ഉണ്ടായിരുന്നു. പക്ഷെ അതിനും ഒരിതില്ലാതെ പോയി. എന്താ ഒരു പുള്ളി ലാബിലേക്ക് കൊണ്ടുപോയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബ്ലഡ് ഇത്രയും നാൾ ഇരിക്കത്തില്ലല്ലോ. അതാണ് ഈ പുള്ളിയുടെ ഇത്. പുള്ളി എലൈവ് ബ്ലഡ് കിട്ടിയെന്ന് ഒരു ഇത് പറയുന്നുണ്ട്. ഒരു എലൈവ് ഇത്രയും വർഷമായിട്ട് എലൈവ് ആയിട്ടുള്ള ബ്ലഡ്. പക്ഷെ അതും ഇതൊന്നുമില്ല, പ്രൂഫൊന്നുമില്ല. അതും തള്ളിപ്പോയി കാര്യം പറഞ്ഞ ഒരു റോൺ കാട്ട് എന്ന് പറഞ്ഞ ഒരാളാണ്. ChatGPT അനുസരിച്ച് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് അപ്പിയേഴ്സ് ടു ഹാവ് ബ്ലഡ് സ്റ്റെയിൻസ് ബട്ട് വെദർ ഇസ് റിയൽ ഹ്യൂമൻ ബ്ലഡ് ഈസ് സ്റ്റിൽ ഡിബേറ്റഡ്. പക്ഷെ അതിൽ ബ്ലഡ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ആ തുണിയിൽ. ഇതിനൊരു സ്ക്രീൻ കാണിക്കുവാണെങ്കിൽ കാണാൻ പറ്റും. ഇതാണ് ഇതല്ലേ നീ പറഞ്ഞ ഇംപ്രഷൻ എന്ന് പറഞ്ഞത്. അതുമാത്രമല്ല, ഈ ക്ലോത്ത് രണ്ടാമത്തെ കാര്യം, ഈ ക്ലോത്തിലുള്ള ഫേസ് ഇല്ലേ, അതിനകത്ത് ഈ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുഖം അടികൊണ്ട് മുഖം വികൃതമായി പോയി. മനുഷ്യന്റെ മുഖമാണെന്ന് പോലും അറിയാൻ മേലാതായി പോയി എന്നാണ് പറയുന്നത്. ഇതിനകത്ത് കറക്റ്റ് ഈശോയുടെ മുഖം കൂട്ടാ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ. പക്ഷെ അത് എനിക്ക് മനസ്സിലായത്, അതെങ്ങനെ ഇങ്ങനെ ഒരു പടം ആ തുണിയിൽ വരുന്നത്, ഒരാളെ പൊതിഞ്ഞ തുണിയിൽ എങ്ങനെ അങ്ങനെ വരുന്നത്? വികൃതമായി പോയെന്ന് പറഞ്ഞത് മനുഷ്യനാണെന്ന് പോലും മനസ്സിലാകത്തില്ല. പിന്നെ കറക്റ്റ് ഒരു സാധനം എന്താണെങ്കിലും അതൊരു ഈ കളറിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിലിരിക്കുകയാണെങ്കിൽ അതിൽ സ്റ്റെയിൻ വരും. ഇപ്പോൾ ഈ കളർ ഫെയ്ഡ് ആയതാണെങ്കിലും അത്രയും നാൾ അവിടെ ഇരുന്നിട്ട്. പക്ഷെ അതല്ലേ പറഞ്ഞത്, ഇതിപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും പറയാം. പുള്ളി റിസറക്റ്റ് ആയി എഴുന്നേറ്റ് പോയെന്നല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എത്ര ദിവസം? 3 ദിവസമോ? ആ 3 ദിവസം കൊണ്ട് എന്തായാലും ഇത് വരില്ലല്ലോ. അത് മാത്രമല്ല കറക്റ്റ് ഔട്ട്ലൈൻ പടം വരച്ച് ചെയ്യുന്ന പോലെ ഇത് വന്നേക്കുന്നത്, ഔട്ട്ലൈൻ മാത്രം. ഇതിപ്പോൾ ചുമ്മാ ന്യൂസൊന്നും ഇല്ലാണ്ടിരുന്നോണ്ട് വെറുതെ ഇറ്റലിയിലെ ഏതോ ഒരു യൂണിവേഴ്സിറ്റി ഇറക്കി എന്ന് പറഞ്ഞ് വിടുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ല് വരെ പുറത്ത് വന്നിരുന്നു. അപ്പോഴെങ്ങനെ കറക്റ്റ് മുഖത്തിന്റെ ഫേസ് വരുന്നേ അതിലിത്. അതിൽ പറയപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ബ്ലഡ് ഉള്ളത് ആ ഒരു ഇഞ്ചുറി സ്പോട്സ് അനുസരിച്ച് തന്നെയാണ്. എനിക്ക് അത് ആർട്ടിസ്റ്റ് വരച്ചാണെങ്കിൽ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് വരച്ചേക്കുന്നത്. കാര്യം ആ ഒരു ബ്ലഡ് സ്റ്റെയിൻസ് ഉള്ള സ്ഥലങ്ങൾ ഇഞ്ചുറി വന്ന രീതിയിൽ തന്നെയാണ് വരച്ചേക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം അത് ഒറിജിനൽ ബ്ലഡ് ആണോ അല്ലയോ എന്ന് ഇതിനോട് കൺക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാൻ. ഈ തുണി എവിടുന്ന കിട്ടി, എങ്ങനെ കിട്ടി, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാ? ഇത് എനിക്കറിയാവുന്ന വെച്ചാൽ ഒരു ചർച്ചിൽ ഇത് വിശ്വസിക്കപ്പെടുന്ന ഒരു വലിയൊരു ചർച്ച. അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. പക്ഷെ ആ ചർച്ചിലാണ് ഇത് വിശ്വസിക്കുന്ന ഇത് ആ ക്ലോത്താന്ന്. പക്ഷെ അതിപ്പോൾ ഇവർ റിസർച്ച് ചെയ്യാൻ എടുക്കണമെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടായിരിക്കും. കാരണം ഇത്രയും 30 വർഷം മുമ്പ് ഇവർ ട്രൈ ചെയ്തായിരുന്നു. ഇപ്പം ട്രൈ ചെയ്യണമെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടായിരിക്കണമല്ലോ. അല്ലാണ്ട് ഇവർ ചുമ്മാ ഇപ്പോൾ കിട്ടിയ ഇത് പറയപ്പെടുന്ന അവിടെ 200 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഈ തുണി ഉള്ളയാന്ന്. അപ്പം അത്രയും ഇത് പറയുന്നത് 200 ഞാൻ. ഇത് 2000 വർഷമായി. പക്ഷെ ഞാൻ 200. ഈ കോൺസ്പിറസി അവർ പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ ഇപ്പോഴത്തെ കോൺസ്പിറസി എന്താ ശരിക്കും പറഞ്ഞാൽ? ഇതില് കോൺസ്പിറൻസി ഇത് തന്നെ. ആൾക്കാർ പറയുന്നത് ഇത് തുണി അവിടെ നിന്നായിരിക്കും വന്നതെന്നാണ് പറയുന്നത്. കുറേ പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ തുണി തന്നെ അതിന് യൂസ് ചെയ്തതെന്ന്. ഓക്കെ. പക്ഷേ ഈ തുണി ഇന്ത്യയിൽ നിന്നായിരുന്നു വന്നതെന്ന്.
ഇന്ത്യ എന്നായിരുന്നു വന്നതെന്ന്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ് ശരിയായിക്കൂടെ, പുള്ളി വേണമെങ്കിൽ ഒന്ന് ഇന്ത്യ പോയതായിക്കൂടെ. ഇന്ത്യ പക്ഷെ ഇന്ത്യ വന്നാണെങ്കിൽ ഇപ്പം പക്ഷെ അപ്പോൾ അതെന്താ ഇതൊന്നും നീ പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായിരുന്നു, ഇന്ത്യയിൽ എവിടെ ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഞാനതാ പറഞ്ഞേ, ജീസസ് എന്നുള്ള പേരിലല്ലല്ലോ. ഇപ്പോൾ ഇന്ത്യയിൽ ചെന്നപ്പോഴത്തേക്കും ഇന്ത്യയിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വല്ല വൈശാഖ് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ പുള്ളി ഒരു നോർമൽ ഒരു മനുഷ്യൻ. പക്ഷെ ബാക്കിയുള്ളവരെന്ന് വെച്ചാൽ ദൈവമായിട്ടല്ലേ വിശ്വസിക്കുന്നത്. ഇപ്പൊ ദൈവമായിട്ട് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇപ്പൊ ഇന്ത്യ എങ്ങനെയുണ്ടെന്ന് ഈ 12 വയസ്സിൽ പോയ സമയത്ത് ദൈവമായിട്ടൊന്നും ആൾക്കാർ അന്നേരം വിശ്വസിക്കുന്ന ആളുകൾക്ക് അറിയത്തില്ല, പക്ഷെ പുള്ളി അന്ന് ദൈവം. അതാ ഞാൻ പറഞ്ഞത്. സോ അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ കാണാവുന്നതാണ് ആളെ. പക്ഷെ അപ്പോ അന്നേരം ദൈവവും ഇങ്ങനെയൊന്നും അല്ല. പക്ഷെ അത് കഴിഞ്ഞാൽ പോയി വന്നു കഴിഞ്ഞാൽ ഈ ടീച്ചിങ്സും പരിപാടിയൊക്കെ തുടങ്ങിയത് അല്ലല്ല, അതിനുമ്പ് ടീച്ചിങ് ഉണ്ടായിരുന്നു. പിന്നെ 12ാമത്തെ വയസ്സിൽ പുരോഹിതന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാ പുള്ളി. അത് കഴിഞ്ഞിട്ടാ കാണാതെ പോകുന്നത്. ഈ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതും അതല്ല ഇത് പോയി ഡിസൈപ്പിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോയി വന്നതിന്. പക്ഷെ ടീച്ചിങ്സ് പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ പോയി വന്നപ്പോ എന്താ പ്രായം റെക്കോർഡിക്കലി പറയുന്നത്? 30 വയസ്സ്. അപ്പൊ 18 വർഷം, 30 to 33 പിന്നെ ലൈഫായിരുന്നു ഈ പറഞ്ഞ ലൈഫ്. 12-നും 30-നും ഇടയ്ക്ക്. അതാണ്. അപ്പോൾ സോ അപ്പോൾ എനിക്കറിയില്ല, ഈ തിയറി നമുക്ക് ഓൺലൈനിലൊക്കെ കിട്ടും, ഇങ്ങനെ പോയിട്ടുണ്ടെന്നും ആൾക്കാർ ഇരുന്ന് പറയുന്നതൊക്കെ. അതുകൊണ്ട് കാശ്മീരിൽ പോയിന്നൊരു ഭയങ്കര വലിയ സ്റ്റോറി നേരത്തെ ഉണ്ടായിരുന്നു. ഇതിലും ഈ DNA-ലും കിട്ടിയേക്കണേ കാശ്മീരി ഇതാ. ഇന്ത്യയിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് കാശ്മീരിൽ ഇതാ കിട്ടിയേക്കണേ. അത് ഇതിനു മുമ്പ് തന്നെ ഒരു തിയറി ഉണ്ടായിരുന്നു. കാശ്മീരിൽ പുള്ളി വന്ന് കാശ്മീർ, നേപ്പാൾ ആ ഭാഗത്ത് വന്ന്. കാരണം ആ സമയത്ത് അവിടെയായിരുന്നു ബുദ്ധിസം ഉണ്ടായിരുന്നത്. ജീസസിന്റെ DNA കിട്ടിയെന്നാണ് പറയുന്നത്. കിട്ടിയെന്നല്ല, ഇങ്ങനെ ഒരു തിയറി ഉണ്ടായിരുന്നു. DNA കിട്ടിയെന്നാണോ തിയറി പറയുന്നത്? ഈ DNA കാശ്മീരിന്റെ DNA കിട്ടിയത്, ഈ തുണിന്ന് കിട്ടിയത്. അതായത് അവിടെ ഈ ജെറുസലേം തൊട്ട് ഗൊൽഗോത്ത എന്ന് പറയുന്ന മല വരെ അടിച്ചടിച്ച് അവിടെ മൊത്തം ബ്ലഡ് കിടക്കുക. അവിടെ കിട്ടാത്ത ബ്ലഡ് എങ്ങനെ കാശ്മീരിൽ കിടക്കുന്നത് കിട്ടണേ? ഐ മീൻ അങ്ങനെയാണ് തിയറി പറയുന്നതെങ്കിൽ. കാശ്മീരിന്നല്ല, തുണിയിലെ കാശ്മീരി എന്തിന്റെയൊക്കെ DNA ഈ വൈശാഖ് പറഞ്ഞ തിയറിയാണ് അത് ഞാനും പണ്ട് കേട്ടുള്ളത്. ആക്ച്വലി എന്നാ പറയുന്ന ഒരു ആലോചിക്കാനുള്ള തിയറി കാര്യം ടൈം ലൈൻ വെച്ച് നോക്കുമ്പോഴത്തേനും പുള്ളി ഉണ്ടെന്ന് പറയപ്പെടുന്നതും പിന്നെ പുള്ളി ആ ഒരു ഏജ് ഗ്യാപ്പിൽ പുള്ളി ഇല്ലാതെ ആ ഒരു സ്ഥലത്ത് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് മിസ്സിങ് ആണ്. അപ്പോൾ പുള്ളി ഇന്ത്യയിൽ വന്നിട്ടുണ്ടാവാം. ആൻഡ് മേ ബി അഗൈൻ അതിൻ്റെ ഡീപ്പായിട്ട് പറയുന്ന കോൺസ്പിറസി തിയറിസ്റ്റ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മേ ബി ആ ഒരു ടൈം പീരീഡിലായിരിക്കും പുള്ളി എൻലൈറ്റൻഡ് ആയത്. ആൻഡ് ദെൻ പുള്ളി തിരിച്ച് ഇന്ത്യയിൽ നിന്ന് വന്നത്. കാരണം ആ ഒരു ഇന്ത്യൻ കൾച്ചർ ആ സമയത്ത് സ്റ്റിൽ ഉണ്ടായിരുന്നു ഹിന്ദുസ്ഥാനിൽ. ആ ഒരു ടൈമിലാണ് എൻലൈറ്റൻഡ് ആയെങ്കിൽ അതിന് മുമ്പ് പുള്ളി, അത് ഞാൻ പറഞ്ഞേ 12ാമത്തെ വയസ്സിൽ പുരോഹിതന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാ. അപ്പോൾ അത് അവര് പുള്ളിയുടെ അത് കണ്ട് അതിശയിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻലൈറ്റൻ ആയെന്നുള്ളതല്ല, എനിക്ക് തോന്നുന്നത് കുറെ കൂടെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നു. ഇപ്പൊ നീ കോറിലേഷൻ നോക്കി, ബുദ്ധിസം വേഴ്സസ് ഇതിന്റെ കുറെ നമുക്കിങ്ങനെ പോയിന്റ് പോലെ പറയും, അതും തമ്മിൽ കോറിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതൊക്കെ ആൾക്കാർ ഇരുന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്ന സാധനങ്ങളായിരിക്കും. പക്ഷെ ശരിയാന്നല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉള്ളപ്പോൾ സാധ്യത ഉണ്ടായിക്കൂടെ എന്ന് മാത്രമേ. ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യേണ്ട ആവശ്യം പുള്ളിക്കില്ല. ഹി നോസ് എവരിതിങ്, ഹി ഈസ് ഗോഡ്. ഐ മീൻ അതിന്റെ ആവശ്യമില്ല പുള്ളിക്ക്. അതല്ലെങ്കിൽ അങ്ങനെ ഇൻഫർമേഷൻ. പക്ഷെ അപ്പൊ എന്താ ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് കിടക്കുന്നത്? അതൊക്കെ അത് പറയാൻ ആർക്കും അറിയാം. ഒന്നാമത്തെ കാര്യം, ആർക്കും അറിയത്തില്ല പുള്ളി എന്തിനാ പോയെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അന്വേഷിക്കാറില്ല എന്തിനാ പോയെന്നുള്ളത്. പുള്ളിക്ക് അറിയാതെ പറയാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ അന്വേഷിക്കാൻ നിൽക്കുന്നേ, അത്രേ ഉള്ളൂ. ബട്ട് അതൊരു പോയിന്റ് ഓഫ് വ്യൂ ശരിയാണ്. ഇപ്പോൾ ദൈവത്തിന് എല്ലാം അറിയാം, അതുകൊണ്ടാണ് 12ാമത്തെ വയസ്സിൽ എല്ലാവരും പഠിപ്പിച്ചത്. അപ്പോൾ പിന്നെ പഠിക്കാനായിട്ട് പുള്ളി അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? പുള്ളി അതിനു മുമ്പ് പറഞ്ഞു, ഞാനാണ് എല്ലാം ക്രിയേറ്റ് ചെയ്തത്, എന്നെ വിശ്വസിക്കുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു പറയുന്നുണ്ട്. പിന്നെ എന്തിനാ പുള്ളി ബാക്കിയൊക്കെ പഠിക്കാനായിട്ട് പോകുന്നത്? വേറെ എന്താ പുള്ളിക്ക് പഠിക്കാനുള്ളത്? പുള്ളി എല്ലാം ക്രിയേറ്റ് ചെയ്തവന് എല്ലാം അതാ പറഞ്ഞു. ഇപ്പം നല്ലതാണെങ്കിലും ചീത്തയാണ്, എല്ലാത്തിൻ്റെ എക്സ്ട്രീം എല്ലാം അറിയാവുന്ന ആളാണ്. അപ്പോൾ പിന്നെ എന്താ പഠിക്കാനുള്ള അതിനപ്പുറത്തോട്ട്? കാര്യം ഇവൻ മറ്റേ തിയറിയിൽ ഇപ്പോൾ ഡീപ്പായിട്ട് പോകുമ്പോൾ ആൾക്കാർ പറയുന്നത് വെച്ചാൽ കുറേ സെയിങ്സ്. ഇപ്പോൾ ഞാനിപ്പോൾ പുള്ളിയിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ജീസസിൻ്റെ ഒരു സെയിങ് ഉണ്ട്, ലവ് യുവർ നെയ്ബർ അസ് യുവർ സെൽഫ്. അതിൽ ബുദ്ധിസ്റ്റിൽ പറയുന്നുണ്ട്. ഗൗതം ബുദ്ധൻ്റെ എന്ന് പറയപ്പെടുന്ന ഒരു സെയിങ് എന്ന് വെച്ചാൽ കൺസിഡർ അതേഴ്സ് അസ് യുവർ സെൽഫ്. അപ്പോൾ അതൊന്ന്. പിന്നെ ഒന്ന് ജീസസ് ലവ് യുവർ എനിമീസ്, ഡു ഗുഡ് ഇൻ ദോസ് ഹൂ ഹേറ്റ് യു. സിമിലർലി സിനോണിമായിട്ട് പറയുന്നൊരു സെയിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹേറ്റ്രഡ് ഡസ് നോട്ട് സീസ് ബൈ ഹേറ്റ്രഡ് ബട്ട് ഓൺലി ബൈ ലവ്. അഗൈൻ ഇതൊക്കെ ഒരു യൂണിവേഴ്സൽ ടീച്ചിങ്സ് ആയിരിക്കും. മേ ബി ഒരു നല്ല ആൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ മാത്രമായിരിക്കും ഈ ഒരു സെയിങ്സ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും സിമിലാരിറ്റീസ്. പക്ഷേ ഈ ഒരു തിയറി അഗെയിൻ കുറേ പുഷ് ചെയ്യപ്പെടുന്ന ഒരു തിയറിയാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു ഇതിൽ DNA സംഭവങ്ങൾ ഇങ്ങനെ വന്നു എന്നൊക്കെ പറയുമ്പോഴത്തേനും ആ ഒരു തിയറി എനിക്കൊന്ന് ഇച്ചിരി കൂടി സ്ട്രോങ് ആവുമായിരിക്കും. ഇച്ചിരി കൂടി ആ പറയുന്ന ആൾക്കാർക്ക് പറയാൻ വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ വൈശാഖ് പറഞ്ഞ പോലെ ഇന്ത്യ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന തുണിയാണെന്ന് ആൾക്കാർ അത് പറയാൻ ഇച്ചിരി കൂടി ഇച്ചിരി കൂടി ബേസിസ് ആയി. ബട്ട് അഗൈൻ അത് ഡിസ്പ്യൂട്ടഡ് ആണ്. ആൻഡ് ദെൻ റെലവന്റ് ആണോ നമുക്ക് പറയാൻ. ബുദ്ധൻ എപ്പോഴെങ്കിലും ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ജീസസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ദൈവമാണെന്ന്.
അതിൻ്റെ പേരിൽ പുള്ളി അടി കൊണ്ടതും. ഐ മീൻ വെച്ചാൽ ഒരു അടി കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ചോദിക്കുക, നീ ഇപ്പോഴും പറയുന്നുണ്ടോ നീ ദൈവമാണെന്ന് എന്ന് ചോദിക്കുക. അപ്പോഴും പുള്ളി പറയുന്നത് യെസ് ഐ ആം ഗോഡ്, ഐ ആം ഹൂ ഐ ആം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമുള്ള പിന്നെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ ഒന്ന് കണ്ടു നോക്കണം. അതിനകത്ത് ഫുൾ അടിയുടെ ഇത് കാണണമെങ്കിൽ. അപ്പോൾ അതിനകത്തേക്ക് അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ പിന്നെ ഫേക്ക് ചെയ്താൽ പോരെയെന്ന്. അപ്പോൾ അടുത്ത നിമിഷം ആണെന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം അടി കൊള്ളും, അല്ലെങ്കിൽ രക്ഷപ്പെടും. പക്ഷേ ഈ അങ്ങനെ പറയാനാണെങ്കിൽ ഇപ്പോൾ സനാതൻ ധർമ്മം എന്ന് പറഞ്ഞ സാധനത്തിൽ പണ്ട് നമ്മുടെ ആരാ കൃഷ്ണൻ പറയുന്നുണ്ട് പുള്ളി ദൈവം എന്ന് പറയുന്നുണ്ട്. സോ അപ്പോൾ ഞാനൊരു റെഫറൻസ് പോലെ പറഞ്ഞേ. സോ അപ്പോൾ അത് എന്ന് പറയുന്നത് 2000 വർഷമല്ല, അതിലും പഴയ സാധനമാണ്. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കുറേ പേർക്ക് അങ്ങനെ പറഞ്ഞുകൂടെ ഐ ആം ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അടി കിട്ടിയാൽ നീ പറയുമോ? നിന്നെ അടിച്ചോണ്ടിരിക്കുക, നീ അത് പറഞ്ഞ നിന്നെ വീണ്ടും അടിക്കും, നീ വീണ്ടും പറയുമോ? ഫീൽ ചെയ്യാൻ അത് എൻ്റെ ഒരു ഇപ്പൊ നീ മറ്റേ നമ്മുടെ ഒരു സിനിമ കണ്ടിട്ടില്ല, മറ്റേ എന്താ 10 മറ്റേ കമലഹാസൻ 10 ഇതായി ദശാവതാരം, ആ സിനിമയുടെ തുടക്കം കണ്ടിട്ടില്ലേ? വിഷ്ണുദേവനെ വരച്ച് ശിവന്റെ കുറെ ആൾക്കാർ. സോ അപ്പോൾ അതിൽ ആളെന്താ ചെയ്യുന്നത്, ബ്രൂട്ടലി അവിടെ അത് ശരിക്കും പണ്ട് നടന്നൊരു സംഭവം എന്നാണ് പറയുന്നത്. സോ അപ്പോൾ അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു. പുള്ളി ഭയങ്കര ഡിവോട്ടി ആയിരുന്നു വിഷ്ണുവിൻ്റെ. അപ്പോൾ അതിൽ പോയി കെട്ടിപ്പിടിച്ച് കിടന്നു. അപ്പോൾ ആളെ അതിൽ കൊളുത്തിയിട്ടിട്ട് കടലിൽ കൊണ്ടിട്ട്. സോ അപ്പോൾ അത്ര എക്സ്ട്രീം ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. സോ അപ്പോൾ അതാ പറഞ്ഞത്, അടി കിട്ടുമ്പോൾ ചിലപ്പോൾ ഞാൻ ദൈവം ചിലപ്പോൾ പറയുമായിരിക്കും. അത് അടി കിട്ടുമ്പോൾ പറയുമായിരിക്കും. അതാ പറഞ്ഞത്. ഈവൻ ഞാൻ ദൈവം എന്നാണോ പറഞ്ഞത് അതോ ഐ ആം സൺ ഓഫ് ഗോഡ് എന്നാണോ പറഞ്ഞത്? രണ്ടുമാണ്, ദൈവമാണ് ദൈവപുത്രനുമാണ്. ഐ മീൻ ഐ ആൻഡ് ദ ഫാദർ ആർ വൺ എന്ന് പറയണേ. ഓക്കെ, അത് നീ പറയുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ അത്രയും ഡിവോട്ടി ആയിട്ടുള്ള ഒരാൾ. ഓക്കെ, അപ്പോഴും ഇവിടെയാണെങ്കിലും 2 പേർക്ക് അവിടെ പുള്ളിക്ക് അല്ലെങ്കിൽ ഒരുപക്ഷെ അറിയായിരുന്നെങ്കിൽ ഞാൻ ഇതിലൂടെ, നീ പറഞ്ഞ എല്ലാം അറിയാവുന്ന ആളെന്നല്ല. അപ്പോൾ സോ ഞാൻ ഇതിലൂടെ എല്ലാം കടന്നു പോയിട്ട് 3 ദിവസം കഴിയുമ്പോൾ ഞാൻ പിന്നെയും ബാക്ക് ടു എഴുന്നേക്കും എന്നുള്ളൊരു സെറ്റപ്പ് അറിയായിരുന്നെങ്കിലോ എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി അറിയാവുന്ന ആളായിരുന്നു. ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ പണിഷ്മെന്റിലൂടെ പോകേണ്ടി വരും, ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ 3 ദിവസം കഴിയുമ്പോൾ. അപ്പം അങ്ങനെ അറിയാവുന്ന ഒരാളാണെങ്കിൽ ആരും സമ്മതിക്കത്തില്ലല്ലോ ഞാൻ ദൈവമല്ലെന്ന് പറയത്തില്ലല്ലോ. പുള്ളിക്കറിയാം, പുള്ളി ഇതിനകത്ത് കടന്നു പോയി. പിന്നെ ഇതിനെ പോലെ പറയാണ്ടിരിക്കുന്നത്, ഐ മീൻ ആ കടന്നു പോകുന്നതിന്റെ പർപ്പസ് തന്നെ മനുഷ്യരെ പാപത്തിന് രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതെന്തായാലും ചെയ്ത് സംഭവിച്ചാൽ പറ്റത്തുള്ളൂ. അതിന് പുള്ളിക്ക് എസ്കേപ്പ് ആകണമെങ്കിൽ എസ്കേപ്പ് ആകാമായിരുന്നു. അതിനകത്ത് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി 12 വ്യൂഹങ്ങൾ മാലാഖമാർ ഇറങ്ങില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഞാനത് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് ഞാൻ എനിക്ക് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എനിക്കിതിലൂടെ പോയേ പറ്റത്തുള്ളൂ. അത് മനസ്സിലായിട്ടതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്തായാലും പിന്നെ നീ പറഞ്ഞ മറ്റേത് ആ ദശാവതാരത്തിൽ പറഞ്ഞ സംഭവം, പുള്ളിക്ക് അതിനോടുള്ള ഇത് മനസ്സിലായി. അതായത് അത്രയും ഡിവോട്ടഡ് ആയിരുന്നു പുള്ളി, അത്രയും അത് അങ്ങനെ തന്നെ. ആ ഡിവോഷൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ. അതുപോലെ തന്നെ ഇതിന്റെ കേസിൽ അങ്ങനെ തന്നെ പുള്ളിക്ക് ഈ മനുഷ്യരെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഡിവോഷൻ കൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കടന്നു പോയത്. അറ്റ് ദ സെയിം ടൈം പുള്ളി പറയുന്നുണ്ട് ഞാൻ ദൈവമാണെന്ന്. ഒബിയസ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ലൈക്ക് യുനോ ജീസസ് ഒന്നെങ്കിൽ ഇതുപോലെ യുനോ മേ ബി അതിൽ കുറേ ആൾക്കാർ ടച്ച് ചെയ്ത്, കുറേ ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ഒക്കെ ടച്ച് ചെയ്ത് അങ്ങനെ വന്നായിരിക്കാമോ? അല്ലെങ്കിൽ വൈശാഖ് പറഞ്ഞ തിയറിയാണോ കറക്റ്റ്? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ തിയറി അല്ല, ഇതൊക്കെ വേറെ ആരാണ്ടോ പറഞ്ഞ തിയറി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിയറീസ് തോന്നുന്നുണ്ടെങ്കിൽ കമൻസി പറഞ്ഞ് അറിയിക്കുക. എന്തായാലും ഞാനിപ്പോൾ എക്സി നോക്കുമ്പോഴത്തേന് എക്സിലൊരു പുള്ളി ജീസസ് ഈസ് പലസ്തീനിയൻ ഹാപ്പി ഈസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ട്വീറ്റ് ഇട്ടേക്കുക. അതിന് റിപ്ലൈ ആയിട്ടൊരു ഇന്ത്യൻ അതിൽ ഇതിട്ടേക്കുക, ജീസസ് വാസ് ആൻ ഇന്ത്യൻ. ആ ഒരു ഡിബേറ്റ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ആൾക്കാരുടെ ഇതാലോചിച്ചു ഓൺലൈൻ ഇവൻ തന്നെ എത്ര വീഡിയോ ഇവൻ തന്നെ ഇട്ടല്ലോ, 2-3 ക്ലിപ്പ് ഇത് തന്നെ പറയുന്നത്. ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നീ സ്റ്റോറി ഇട്ടാ? സ്റ്റോറി അല്ലടാ, ഇവൻ പോസ്റ്റ് ഷെയർ ചെയ്തേ. ഓക്കെ, ആർക്കെങ്കിലും ഇങ്ങോട്ട് ഹേറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ഇത് ബേസിക്കലി തന്നെയാണ്, ജൂതനാണ്. അതിനപ്പുറത്ത് വേറെ മിക്സ് ഒന്നും എൻ്റെ അറിവിലില്ല, എനിക്കറിയില്ല. പക്ഷെ ആഫ്രിക്കൻസ് വിചാരിക്കണേ പുള്ളി ബ്ലാക്ക് എന്ന് വിശ്വസിക്കുന്നു. ഇവൻ ഒരിടയ്ക്ക് ആദ്യം കേട്ടിട്ടുണ്ട്. ജനിച്ചത് ബദ്ലഹേമിൽ ജനിച്ച് നസ്രത്തിൽ വളർന്നു. അത് ഇവിടെ തന്നെ ഇസ്രായേലിൽ തന്നെയാണ്. മിഡിൽ ഈസ്റ്റിലുള്ളവരെല്ലാവരും അങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ നൈജീരിയൻസ് എന്തിനാ ബ്ലാക്ക് എന്ന് വിശ്വസിക്കുന്നു? അവിടെ ഇപ്പൊ എനിക്ക് ആ പുള്ളി എല്ലാവർക്കും ഒരു ക്ലെയിം ഉണ്ട് ഈ അവരുടെ. പക്ഷേ ജ്യൂ തന്നെ എക്സ്ട്രാ ബിബ്ലിക്കൽ സോഴ്സ് ഉണ്ട്. വൈറ്റ് ആണെന്ന് പറയുന്നത് റേസിസം എന്ന് പറയുന്നത് എന്താ പറയും? അല്ല, വൈറ്റ് അല്ല, ജൂവാ വൈറ്റ് അല്ല. ജീസസ്
അപ്പോൾ കളർ ഐ മീൻ കളർ വൈറ്റ് അല്ലേ? മിഡിൽ ഈസ്റ്റ് പോലെ ബ്രൗൺ. ഓക്കെ, ബ്രൗൺ ആണ്. അതുപോലെ ഓക്കെ, അത് റേസിസ്റ്റ് ആണെന്ന് പറയുന്ന ആൾക്കാരോട് നീ എന്ത് പറയും? റേസിസ്റ്റ് ആകുന്നത് എങ്ങനെയാ? അതായത് അതെങ്ങനെ racist അത് ബ്ലാക്ക് ആൾക്കാരോട് ഒരു ഇതായി പോയെന്ന് പറഞ്ഞാൽ. അല്ല ഈ ജീസസ് ഇപ്പൊ എങ്ങനെ ഇരുന്നാലും എന്താ ദൈവമായിട്ട് അംഗീകരിച്ചാ പോരെ? അപ്പിയറൻസി കാര്യം അതാണ് നിനക്ക് അവരോട് പറയാനുള്ളത്. ഓക്കെ, സോ ഗൈസ് അത് വെച്ചപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് റാപ്പ് അപ്പ് ചെയ്യുവാണ്. ഇത് എപ്പിസോഡ് നമ്പർ 13 റാപ്പ് അപ്പ് ചെയ്യാണ് ഒഫീഷ്യലി. അപ്പോൾ അടുത്ത എപ്പിസോഡിലേക്ക് കാണാം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് അടിപൊളി ടേക്ക് കെയർ, ബൈ.